വിനോദസഞ്ചാര കേന്ദ്രമായ വർക്കലയിൽ എത്തുന്ന ആളുകൾക്ക് പ്രാഥമികമായ കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും സൗകര്യം കിട്ടുന്നില്ല. പാപനാശം ബീച്ചിലും ക്ലിഫിലും എത്തുന്നവർ പ്രധാന പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത് ബീച്ചിൽ ശുചിമുറികളുടെ അഭാവം തന്നെയാണ്. നാട്ടുകാരും പൊതുപ്രവർത്തകരും പലതവണ പ്രശ്നം അധികൃതരെ അറിയിച്ചു, പക്ഷേ നടപടി മാത്രം ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്തെ ഏറ്റവും പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് വർക്കല. സ്വദേശികളും വിദേശികളുമായ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് പ്രതിദിനം വർക്കലയിലെത്തുന്നത്. എന്നാൽ വർക്കലയിലും പരിസരത്തും എത്തുന്നവർക്ക് അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങളൊന്നും തന്നെയില്ല. വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പദ്ധതികൾ വർക്കലയിൽ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് വേണ്ട പ്രാഥമിക സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കുന്നില്ല എന്നാണ് പരാതി. ദൂരസ്ഥലങ്ങളിൽ നിന്ന് ബീച്ചിലേക്ക് എത്തുന്നവരുൾപ്പെടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. പൊതു ശൗചാലയമില്ലാത്തതിനാൽ സമീപത്തുള്ള റിസോർട്ടുകളും ഹോട്ടലുകളും ഉൾപ്പെടെയാണ് വിനോദസഞ്ചാരികൾ ശുചിമുറിക്കായി ആശ്രയിക്കുന്നത്. നേരത്തെ പാപനാശം തീരത്ത് ശുചിമുറി ഉണ്ടായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ശുചിമുറി പുതുക്കി പണിയാൻ പൊളിച്ചു മാറ്റി. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് 3 വർഷം പിന്നിട്ടു. ഇതുവരെ ജനങ്ങൾക്കത് തുറന്നു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ പുതിയൊരു സംഭവം ചെയ്തിട്ടുണ്ടല്ലോ, ആളുകൾക്ക് പാലത്ത് കൂടെ കയറി കളിക്കുക എന്നുള്ള എന്ത് കാര്യത്തിനാണ്? അതിന് മുമ്പേ ഒരു ശുചിമുറിയല്ലേ വേണ്ടുന്നത്? ഇവിടെ പെണ്ണുങ്ങളും കുട്ടികളും എല്ലാം വന്നും ബാത്റൂമില്ല. ഒരു 2 കൊല്ലം കണ്ടായെന്ന് തോന്നുന്നു അതിൻ്റെ അടുത്ത് ഇതെല്ലാം കെട്ടിയിട്ട് അവിടെ ഇട്ടായിരുന്നു കാടും പിടിച്ച് കിടക്കുന്നു. അത് അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഹെലിപ്പാഡിന് സമീപം ശുചിമുറി സൗകര്യം ഉണ്ടെങ്കിലും ബീച്ചിലെത്തുന്നവർക്ക് അവിടെ വരെ എത്താൻ ബുദ്ധിമുട്ടാണ്. വർഷങ്ങൾക്ക് മുൻപ് ഈ ടോയ്ലറ്റുകൾ സ്ഥലത്ത് സ്ഥാപിച്ചെങ്കിലും ഇതുവരെ അതും പ്രവർത്തിപ്പിക്കാനായിട്ടില്ല. നാട്ടുകാരും പൊതുപ്രവർത്തകരും ഉൾപ്പെടെ വിഷയം പലതവണ നഗരസഭയുടെയും ടൂറിസം വകുപ്പിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെ പരിഹാരം കണ്ടെത്തിയിട്ടില്ല. തീരത്ത് പുതിയ അഡ്വഞ്ചർ ടൂറിസവും ആരംഭിച്ചതോടെ സഞ്ചാരികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശുചിമുറിയുടെ അഭാവം തന്നെയാണ് തീരത്തെത്തുന്ന ഓരോ സഞ്ചാരികളെയും വലയ്ക്കുന്നത്. എത്രയും വേഗം സൗകര്യം ഒരുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അടക്കമുള്ള ഏറ്റവും പുതിയ സംവിധാനങ്ങളുള്ള വർക്കല ബീച്ചിൽ ശുചിമുറി ഇല്ലാത്തത് വലിയ പോരായ്മയാണ്. എത്രയധികം വികസന പദ്ധതികൾ നടപ്പിലാക്കി എന്ന് പറഞ്ഞാലും ശുചിമുറി ഇല്ലാത്തത് ടൂറിസം രംഗത്തെ തന്നെ ബാധിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കേണ്ടത് സർക്കാരാണ്. അഖിൽ ഷാ അൻസാർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് അനന്തമായ സാധ്യതകളുണ്ട്. എന്നാൽ അടിസ്ഥാന സൗകര്യം ഒരുക്കാതെ എങ്ങനെ ടൂറിസ്റ്റുകൾ എത്തുമെന്ന ചോദ്യമാണ് വർക്കലയിലെ പാപനാശം ഈ സ്ഥലത്ത് നിന്ന് ആളുകൾ ചോദിക്കുന്നത്. ദീർഘവീക്ഷണത്തോടെ വിദേശ മാതൃകയിൽ സൗകര്യങ്ങളൊക്കെ ആവിഷ്കരിച്ചാൽ വിദേശ സഞ്ചാരികൾ ഇഷ്ടം പോലെ കേരളത്തിലേക്ക് ഒഴുകും. അതിൽ തർക്കമില്ല. ഇതാണ് ജനങ്ങൾക്കും പറയാനുള്ളത്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തുറക്കുന്നുണ്ട്, പക്ഷെ താഴെ ഒരെണ്ണം ഇല്ലാത്തതാണ് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട്. ഈ കയറ്റം കയറി വരുമ്പം ഒരു ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ. വർഷങ്ങളായിട്ട് വർക്കല നിവാസികളുടെയും ഈ വരുന്ന ടൂറിസ്റ്റുകളുടെയും എല്ലാം ഒരു ആവശ്യമായിരുന്നു വർക്കല ഒരു പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ഒരു ടോയ്ലറ്റ് സൗകര്യം, ഒരു ഫ്രഷ് റൂം. പക്ഷേ അത് നിർഭാഗ്യവശാൽ ഇതുവരെ വർക്കല പാവനാശത്ത് നിർമ്മിക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അവിടെ വരുന്ന ആൾക്കാരെല്ലാം പലരും മറ്റുള്ള കടകളിലെയും അല്ലെങ്കിൽ റിസോർട്ടിലെയും ആശ്രയിച്ചാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ ഒരു വിഷമകരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഓൾറെഡി ഇവിടെ ക്ലിഫിൻ്റെ മുകളിലുള്ള ടോയ്ലറ്റ് പണി കഴിഞ്ഞിട്ടുണ്ട്. അത് മുനിസിപ്പാലിറ്റി അനാസ്ഥ കൊണ്ട് മാത്രമാണ് അതിൽ വെള്ളമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.